എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ് ടു കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് NC തോമസ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ സമയത്ത് അതായത് നല്ല വേനലാണ്. വാഴ കർഷകർ, മേല കർഷകർ എന്ന് വേണ്ട എല്ലാ കർഷകർക്കും നനയുടെ ഒരു പ്രശ്നം, അതായത് വെള്ളത്തിന് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഈ ഒരു തോട്ടത്തിൽ തന്നെ നോക്കിയാൽ അറിയാം, ഒട്ടുമുക്കാൽ വാഴകളൊക്കെ കൊലച്ചിട്ടുണ്ട്, എന്നാൽ മൂത്തിട്ടില്ല. ഇവിടെയൊക്കെ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടാണ്. ഇനി എങ്ങനെ ഈ വാഴ ഈ വേനലിനെ പ്രതിരോധിച്ചുകൊണ്ട് കൊല മൂത്ത് വെട്ടും എന്നുള്ളത് കർഷകന് പോലും ഒരു ധാരണയില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് പ്രതിവിധി എന്നുള്ളത് നമ്മൾക്ക് സാറിനോട് തന്നെ ചോദിക്കാം. നമുക്കിപ്പം വെള്ളം ധാരാളമായിട്ട് ഉള്ളിടത്ത് ഇതിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ വെള്ളമില്ലാത്ത അനേകം കൃഷിക്കാരുണ്ട്. അതായത് അവർക്ക് ഈ വേനലിനെ എങ്ങനെ, അതായത് താമസിച്ച് വാഴ കൊലച്ചവരുണ്ട്. ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പരിഹാരമാണ് നമുക്ക് അവലംബിക്കേണ്ടത്. അതിന് ടോഫ്കോ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പൊട്ടാസ്യം സിലിക്കേറ്റ് എന്ന് പറയും. അപ്പൊ പൊട്ടാസ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അത് സിലിക്ക കണ്ടന്റ് അതിനകത്ത് 55% ഉണ്ട്. അതുപോലെ തന്നെ പൊട്ടാഷ് 35% ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ സിലിക്ക ഈ രണ്ടും ഈ പ്രോഡക്റ്റിനകത്ത് ഒരുപോലെ ചേർത്തിരിക്കുന്നു പറഞ്ഞാൽ, ഈ സിലിക്ക എന്ന് പറയുന്നത് ഈ ചെടിക്ക് രോഗപ്രതിരോധവും അതുപോലെ തന്നെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു മിനറലാണ്. അപ്പൊ അത് നമ്മളെ ഇലയിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഈ ഏത് ചെടിക്കും അതിന്റെ സ്റ്റൊമാറ്റോസ് ഉണ്ട്. ആ സ്റ്റൊമാറ്റോസിനെ അടയ്ക്കുക ചെയ്യുന്നത് ഇത് നമ്മൾ കൊടുക്കുമ്പോൾ. അതായത് സിലിക്ക ആ സ്റ്റൊമാറ്റോസിനെ അടച്ചു കഴിയുമ്പോൾ വേരിലൂടെ വലിച്ചെടുക്കുന്ന വെള്ളം ആ ചെടിയിൽ തന്നെ പിടിച്ചു നിർത്തുന്നു. അപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ ഇലകളിലുള്ള ഒരുമാതിരിപ്പെട്ട കീടങ്ങളെ ഇത് നശിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് പൊട്ടാഷ് എന്തിനാ ചേർത്തിരിക്കുന്നത് ചോദിച്ചാൽ, പൊട്ടാഷ് അതായത് ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം നൈട്രജന്, ഫോസ്ഫറസ്, പൊട്ടാഷ് ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളെ ഒരു ഉണക്കിനെ പ്രതിരോധിക്കുക അല്ലെ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ഉള്ള ഏറ്റവും കണ്ടന്റ് എന്ന് പറയുന്നത് പൊട്ടാഷാണ്. ഈ പൊട്ടാഷ് ഒരു ചെടിയിൽ 60 എൻസൈമാറ്റിക് ആക്ടിവിറ്റി തന്നെ നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ ചെടിയിലേക്ക് ഈ ഉണക്ക് സമയത്ത് പൊട്ടാഷ് കൊടുക്കുമ്പോൾ ആ ചെടിക്ക് ഒരു പ്രതിരോധ ശക്തി ഉണ്ടാകുകയാണ്. ചെടിയിൽ ഈ ഉണക്കിനെ അതുപോലെ തന്നെ കീടങ്ങളെ, രോഗങ്ങളെ ഒക്കെ പ്രതിരോധിക്കാനുള്ള ശക്തിയും ബലവും ഒക്കെ ഈ പൊട്ടാഷ് ചെടിയിലേക്ക് ചെല്ലുമ്പം കിട്ടും. അപ്പം നമ്മൾ വളർച്ചയെ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഈ പൊട്ടാഷ് ഒരു അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പം നമ്മൾ ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് ഇതൊരു കോംബോ പ്രോഡക്റ്റ് ആണ്. അതായത് ഇതൊരു പൗഡർ ഫോമാണ്. ആ പൗഡർ ഫോമിൽ 55% സിലിക്ക കണ്ടന്റ് ഉണ്ട്, 35% പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സീവീഡ് എക്സ്ട്രാക്ട് ടോഫ്കോയുടെ ഉണ്ട് ജെല്ല്. ആ സീവീഡ് എക്സ്ട്രാക്ട് നമുക്ക് എന്ന് വെച്ചാൽ കടൽപ്പായൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സീവീഡ് എക്സ്ട്രാക്ട് ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ചോദിച്ചാൽ, കടലിലെല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. അപ്പോൾ അവിടെ വളരുന്ന പായലായതുകൊണ്ട് ഈ മനുഷ്യനും മൃഗത്തിനും വൃക്ഷലതാദികൾക്കും ഒക്കെ വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും, അതായത് നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ഫൈറ്റോ ഹോർമോൺസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു പായലാണ് സീവീഡ്. അപ്പോൾ അതുകൊണ്ട് ആ സീവീഡ് എക്സ്ട്രാക്റ്റും കൂടെ നമ്മൾ ഈ പൊട്ടാസ്യം സിലിക്കേറ്റിനോട് ചേർത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു മൾട്ടിപ്പിൾ റിസൾട്ട് ചെടിക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ ഉണക്കിനെ പ്രതിരോധിക്കാനായിട്ട് സീവീഡ് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ട്രെസ്സിനെ നിന്ന് ചെടിക്കൊരു റിലീസ് കിട്ടാൻ വേണ്ടി ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് ഈ സ്റ്റൊമാറ്റോസ് വഴി വലിച്ചെടുക്കപ്പെടുമ്പോൾ ഈ വാഴയായിക്കോട്ടെ, ഏലമായിക്കോട്ടെ, ഏത് വിളയ്ക്കും ഈ കോംബോ ആയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ വെള്ളത്തെ ചെടി പിടിച്ചു നിർത്തി, അതുപോലെ തന്നെ ആ ഇലയുടെ മേളിലടിക്കുമ്പോൾ ആ സൂര്യതാപം ഏൽക്കാതിരിക്കാനും ഒക്കെ ഒരു കോട്ടിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഇന്ന് ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോംബോയാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ നെല്ലിനൊക്കെ ആണെങ്കിലും നെല്ല് മറിഞ്ഞു വീഴാതിരിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? ഉണ്ട്. അതായത് നെല്ലിന്റെ നമ്മൾ ഉമിക്കകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സിലിക്ക അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ്. അതായത് നമ്മൾ സിലിക്ക നമ്മൾ നെല്ലിന് കൊടുക്കുമ്പോൾ നെല്ല് വീഴാതിരിക്കാനായിട്ട് അതിന്റെ സ്റ്റെമ്മിന് നല്ല കട്ടി കിട്ടും. അതുപോലെ തന്നെ കീടപ്രതിരോധം നമുക്ക് നെല്ലിനുണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഏലത്തിനും ഇതേപോലെ തന്നെ ഏലത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ ഏലത്തിന് കാറ്റടിച്ചാൽ ഒടിയത്തില്ല. അതുപോലെ തന്നെ തണ്ടുതുരപ്പന്റെ അറ്റാക്കുകൾ കുറയുന്നു. അതായത് ഈ സെല്ലിന്റെ കട്ടി കൂട്ടും. ഈ സിലിക്ക എന്ന് പറയുന്നത് സെല്ലിന്റെ കട്ടി കൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വേരിലൂടെ ചെടിയിലേക്ക് വരുന്ന ഫിസേറിയം പോലെയുള്ള ഫംഗസുകൾ സിസ്റ്റമിക് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാകും. അതായത് ഈ സെല്ലിന്റെ കട്ടികൾ കൂടുമ്പോൾ ആ ചെടിയുടെ ഉള്ളിലേക്ക് ഈ ഫംഗസിന്റെ പ്രവേശനത്തിന് ഈ സിലിക്ക തടയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ഈ സിലിക്കയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് രോഗപ്രതിരോധം ഉണ്ടാകുന്നുണ്ട്. ആ രോഗത്തെ നമുക്ക് രോഗം ഉണ്ടായി കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതായത് ചെടിക്ക് ഒരു ഇമ്മ്യൂണിറ്റി
കിട്ടാനായിട്ട് നമുക്ക് എല്ലാവരും ഈ സിലിക്ക എന്ന് പറയുന്നത് മറ്റു വളത്തിന്റെ കൂടെയൊക്കെ നമ്മൾ ഈ ഉണക്കത്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ നെല്ലില് പ്രധാനമായിട്ടും ഇപ്പൊ പലവരും നമ്മൾ ഈ പറഞ്ഞ സിലിക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെഷീൻ വരുന്ന സമയത്ത് നെല്ല് മറിഞ്ഞു വീണ്, അതായത് ഈ ലോഡ്ജിങ് ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പൊ ഈ എല്ലാ സ്ഥലത്തും ഇപ്പൊ കതിര് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതായത് ഇപ്പോൾ പല കൃഷിക്കാർക്കും അറിയത്തില്ല ഈ സിലിക്ക എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി. ജനങ്ങൾ അതേപ്പറ്റി ബോധവാന്മാരായി വരുന്നേ ഉള്ളൂ. ഇപ്പൊ നെല്ലിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഈ സിലിക്ക, അതായത് നെല്ലിന്റെ ഉമ്മിയിൽ ഏറ്റവും അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവാണ് സിലിക്ക. അതായത് ഏറ്റവും കൂടുതൽ ചെടി വലിച്ചെടുക്കുന്ന ഒരു മിനറലാണ് സിലിക്ക. അപ്പൊ നമ്മളെ മണ്ണിൽ സ്വാഭാവികമായി സിലിക്ക ഉണ്ട്. പക്ഷെ എന്നാലും അത് ചെടിക്ക് അവൈലബിൾ ഫോമിലല്ല കിടക്കുന്നത്. അപ്പൊ നമ്മള് ഈ സിലിക്ക ഇപ്പൊ ആദ്യമേ നെല്ല് വിതയ്ക്കുമ്പോൾ തന്നെ നമ്മൾ സിലിക്ക പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സിലിക്ക ട്രാൻസ്ഫോം ചെയ്ത് ആ നെല്ല് ചെടി അത് വലിച്ചെടുത്ത് അതിന്റെ നെല്ലിന്റെ ആ തണ്ടിന് നല്ല കട്ടി വരും. അതുപോലെ തന്നെ ആ ചെടിയുടെ ഗ്രോത്തിനെ അത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ സിലിക്ക എന്ന് പറയുന്ന ഈ ഘടകം അത് ചെടിയുടെ സിസ്റ്റമിക് റെസിസ്റ്റൻസ്, അതായത് ഫംഗസ് ചെടിയുടെ അകത്തേക്ക് വേരിലൂടെ കയറാതിരിക്കാനായിട്ട് ഈ സിലിക്ക വളരെയധികം സഹായിക്കും. അതായത് അതിനെ നമ്മളൊരു സിസ്റ്റമിക് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് ഏലത്തിന് പറയുകയാണ് ഫിസേറിയോ എന്ന് പറയുന്ന ഫംഗസ് ഉണ്ട്. അത് ഏലത്തിന് വേരിലൂടെ അത് വലിച്ചെടുത്ത് കഴിയുമ്പോൾ ഏല ചെടിയുടെ അകത്തേക്ക് ഈ ഫിസേറിയം കയറുക എന്ന് പറഞ്ഞ പോലെ വാഴയായിക്കോട്ടെ നെല്ലായിക്കോട്ടെ ഈ മണ്ണിലുള്ള ചില ഫംഗസുകൾ ഈ വേരിൽ കൂടെ ചെടിയുടെ അകത്തേക്ക് കയറും. അപ്പൊ അങ്ങനെ കയറുന്നതിന് തടയാനായിട്ട് ഈ സിലിക്ക നമ്മൾ മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ചെടിക്ക് നല്ല പ്രതിരോധ ശക്തി കിട്ടും. അതുപോലെ തന്നെ നെല്ല്, ഇപ്പം ഉദാഹരണം നെല്ലിന് നമ്മൾ അറിയാം ചില സമയത്ത് കാറ്റടിക്കുമ്പോൾ മറിഞ്ഞു വീഴും. അതേസമയം നമ്മൾ സിലിക്ക ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കട്ടി കൂടിയിട്ട് അത് നല്ല ബലത്തോടു കൂടി നിൽക്കും. അങ്ങനെ ചെറിയ കാറ്റൊന്നും അടിച്ചാൽ നെല്ല് വീഴത്തില്ല. അപ്പൊ എന്തുകൊണ്ടും നമ്മള് നെല്ലിന് സിലിക്ക ഉപയോഗം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുന്നത് നമുക്കൊരു വലിയ സുരക്ഷിതത്വം തന്നെയാണ് നമുക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം അഥവാ ഇനിയും താമസിച്ചു പോയി അത് ഉപയോഗിക്കാൻ, നമ്മൾ നടുന്നതിന് മുമ്പ് നമുക്ക് സിലിക്ക പൗഡർ ഉപയോഗിക്കാൻ പറ്റിയില്ല, അത് സാരമില്ല. നമുക്ക് ടോപ്കോയ്ക്ക് തന്നെയുണ്ട് സിലിസിക് ആസിഡ് എന്ന് പറയുന്നത്. അതായത് സിലിക്കായ ചെടി വലിച്ചെടുക്കുന്നില്ല, അതായത് ചെടിക്ക് വലിച്ചെടുക്കുന്നത് സിലിസിക് ആസിഡ് ഫോമിലാണ്. അപ്പൊ നമുക്ക് റെഡി ടു യൂസ് സിലിസിക് ആസിഡും ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഈ നെല്ലിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ടൊമാറ്റോസ് വേഗം അത് വലിച്ചെടുക്കും. ഈ ഞാൻ മുൻപ് പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഈ നെൽച്ചെടിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സിലിക്കയുടെ ഉപയോഗം നമ്മുടെ നെല്ലിലായിക്കോട്ടെ വാഴയിലായിക്കോട്ടെ എല്ലാം നമ്മൾ അതിനെപ്പറ്റി ഒരു ബോധവാന്മാരായി അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിളകൾക്കെല്ലാം നല്ല രോഗപ്രതിരോധവും കീടപ്രതിരോധവും ലഭിക്കും. നെല്ലിനൊക്കെ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സിലിസിക് ആസിഡ് ഉപയോഗിക്കുക. അതല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കൊയ്ത്ത് യന്ത്രമൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് അത് വണ്ടി ഇറക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ നേരിട്ട്, അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ പണിക്കാരെ കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മറികടക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിക്കാത്തവർ നമ്മൾ സിലിസിക് ആസിഡ് ഉപയോഗിക്കുക. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ ഞങ്ങളുമായി പങ്കുവച്ച സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.